ഗുരുദാസ്ജിയുടെ പ്രഭാഷണത്തിൽ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്തൻ്റെ മനസ്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ആ പ്രഭാഷണം ഞാൻ കേട്ട് വരുമ്പോൾ അതിൽ പറഞ്ഞ രീതിയിലുള്ള ഒരു ഭക്ത മനസ്സ് ഇല്ല എങ്കിൽ ഞാനൊരു ഭക്തനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ചില കാര്യങ്ങൾ അറിയുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മളിലില്ല എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് ബോധ്യം വരുന്നത്. സത്സംഗങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ അറിയും, പലതും ഇല്ല എന്നുള്ളത്. അപ്പം ഈ സത്സംഗത്തിൽ നിന്ന് ധ്യാനത്തിലോട്ട് വരുമ്പോഴുള്ളൊരു വ്യത്യാസം എന്താണ്? ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടല്ല അറിയുന്നത്, ചെയ്താണ് അറിയുന്നത്. ആ ഒരു വ്യത്യാസം
അവിടെ ഉണ്ട്. തുടക്കത്തിൽ സ്വാമിനിയമ്മ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ എങ്ങനെയായിരിക്കണം ധ്യാന ക്യാമ്പിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ളത്. റെപ്പറ്റീഷൻ ആണെങ്കിലും ഒരിക്കലും അത് പറയാം. നമ്മുടെ ക്യാമ്പിൽ കൂടി കടന്നു പോകുമ്പോൾ മൈൻഡ്ഫുൾനെസ് ഉണ്ടായിരിക്കണമെന്ന് പറയും. മനോപൂർണതയോടുകൂടി, ശ്രദ്ധയോടുകൂടി, ഓരോ നിമിഷത്തെയും അറിഞ്ഞുകൊണ്ട്, നമ്മളിൽ നടക്കുന്ന ചലനത്തെ അറിഞ്ഞുകൊണ്ട്, ആ ചലനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറുമ്പോഴാണ് ധ്യാനം സംഭവിക്കുന്നത്. ശ്രദ്ധയില്ലാത്തിടത്ത് ധ്യാനമില്ല. അപ്പം ധ്യാനിക്കുവാനല്ല ശ്രമിക്കേണ്ടത്, ശ്രദ്ധവാനാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രമം ഉണ്ടാകേണ്ടത്. അപ്പം എന്തുകൊണ്ട് ശ്രദ്ധ വരാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം വന്നു എന്ന് നമ്മൾ ചിന്തിക്കാം. കാരണം മനസ്സ് അശ്രദ്ധ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മളിൽ എന്നുള്ളത് കാരണമാണ് ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. ക്രമേണ ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകുമ്പോഴോ ധ്യാനം സംഭവിച്ചോളും. പ്രത്യേകിച്ച് ധ്യാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം അവിടെ വേണ്ടി വരില്ല. ശ്രദ്ധവാനായി ഇരുന്നാൽ മതി. ഞാൻ ഈ നിമിഷം ദീർഘമായി ശ്വസിക്കുന്നു, ശരി, ആ ദീർഘശ്വാസത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാനിപ്പോൾ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു, ശരി, ആ നോട്ടത്തിൽ ശ്രദ്ധവാനായാൽ മതി. അപ്പം ശ്രദ്ധയിൽ നിലനിൽക്കുമ്പോൾ ധ്യാനം ഗ്രാജ്വലി വരും. അപ്പോൾ നമ്മളിൽ എന്തുമാത്രം ശ്രദ്ധ വേണം അതിനെ പറ്റിയിട്ടുള്ളൊരു ബോധ്യപ്പെടലാണ് എല്ലാ മന്ത്ലി ക്യാമ്പുകളും. നമ്മളെ ശ്രദ്ധിക്കുന്നു. ആ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ധ്യാന വിധികൾ മാത്രമാണ് മന്ത്ലി ക്യാമ്പുകളിൽ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഒരു സംഗീതത്തെ ശ്രവിച്ചു കൊണ്ടിരിക്കാൻ പറയുന്നതായിരിക്കാം, ചിലപ്പോൾ നിശ്ചലമായി ഇരിക്കാൻ പറയുന്നതായിരിക്കാം, ചിലപ്പോൾ ബ്രീത്തിങ്ങിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കാൻ പറയുന്നതായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള മൂവ്മെൻറ്റ്സിനെ ശ്രദ്ധിക്കാൻ പറയുന്നതായിരിക്കാം. ഏതെങ്കിലും രീതിയിൽ നിലവിലുള്ള എന്നെ തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുമ്പോഴാണ് എന്നിൽ നിലനിൽക്കുന്ന ഉണ്മയെ ഞാൻ അറിയുന്നത്. ആ ഉണ്മയെ അറിയാൻ ഞാൻ ഉപയോഗിച്ചത് എന്താണ്? ശ്രദ്ധയാണ്. ആ ശ്രദ്ധയെ ഞാൻ സൃഷ്ടിച്ചതാണോ അതോ നിലവിലുള്ളതാണോ? പ്രയത്നം വരുമ്പോൾ നമുക്ക് സൃഷ്ടിച്ചതായിട്ട് തോന്നാം, പക്ഷേ ആ ഉണ്മയും ആ ശ്രദ്ധയും പ്രപഞ്ചത്തിലുള്ളത് തന്നെയാണ്. അതറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനം അതിൻ്റെ പ്രവർത്തനയും കാട്ടിയും മൾട്ടിപ്പിൾ ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കഥ പറയാം. ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കുവാൻ വേണ്ടിയിട്ടൊരു ധ്യാന സാധകൻ കടന്നു പോകും. അവിടെ ഗുരുവുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് ധ്യാനിക്കണം. അപ്പോൾ ഗുരു പറഞ്ഞു, അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നിനക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് ധ്യാനിക്കാം. പറഞ്ഞു, അതല്ല, എനിക്ക് ഉപദേശം എന്തെങ്കിലും തരണം, ധ്യാനിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്, എനിക്കൊരു ഉപദേശം തരണം. അപ്പോൾ ആ ഗുരു പറഞ്ഞു, എന്ത് ഉപദേശമാണ് വേണ്ടത്? അല്ല, ധ്യാനിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശം, അതാണ് ഞാൻ ചോദിക്കുന്നത്. ശരി, ആ സ്ഥലത്ത് പോയി അവിടെ തന്നെ മാറ്റുണ്ട്, അതൊക്കെ വിട്ടിട്ട് ഇരുന്നോളൂ. അപ്പോൾ പറഞ്ഞു, അതല്ല, വേറെ എന്തെങ്കിലും ഒരു ഉപദേശം തരണം. അവിടെ ഇരിക്കാനും മാറ്റിട്ട് ഇരിക്കാനൊക്കെ എനിക്കറിയാം, അതല്ലാതെ ധ്യാനത്തിന് ഗുണം കിട്ടുന്ന എന്തെങ്കിലും ഒരു ഉപദേശം തരണമെന്ന്. ശരി, നീ ഇരുന്ന് ധ്യാനിക്കാൻ നേരത്ത് കുരങ്ങൻ്റെ വാലിനെ പറ്റി ചിന്തിക്കുകയേ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ചിന്തിച്ചു, ഇതൊരു ഉപദേശമാണ്, എന്തായാലും അദ്ദേഹം പറഞ്ഞതല്ലേ. ശരി, അദ്ദേഹം ചെന്ന് അവിടെ മാറ്റിട്ട് അവിടെ ചെന്നിരുന്നു. ചെന്നിരുന്ന സമയത്ത് കണ്ണൊക്കെ അടച്ചു, പെട്ടെന്ന് ചിന്തിച്ചു,
എന്തിനായിരിക്കും കുരങ്ങൻ്റെ വാലിനെ പറ്റി ചിന്തിക്കരുതെന്ന് പറഞ്ഞത്? അതും ധ്യാനവും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവും ഞാൻ കാണുന്നില്ല. എന്തായാലും അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ധ്യാനിക്കാനാണല്ലോ വന്നത്. അദ്ദേഹം കണ്ണടച്ചിരിക്കെ വീണ്ടും അദ്ദേഹം ചിന്തിച്ചു, ഞാനൊരു കുരങ്ങനെ കണ്ടിട്ട് എത്രയോ നാളുകളായി. ഒരു കാഴ്ച ബംഗ്ലാവിലൊക്കെ പോയിട്ട് മറ്റേ TV ചാനലെല്ലാം കണ്ടിട്ട് എത്രയോ നാളുകളായി. അത് കാരണം ഒരു കുരങ്ങൻ എൻ്റെ മനസ്സിൽ വരാനുള്ള സാധ്യത കുറവാണ്. കുരങ്ങൻ വരാൻ സാധ്യതയില്ല. അപ്പോൾ കുരങ്ങൻ വരുന്നില്ലെങ്കിൽ കുരങ്ങൻ്റെ വാല് എങ്ങനെ വരും? സ്വാഭാവികമായിട്ട് വരില്ല. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? അയാൾ ചെന്ന് ഇരിക്കുന്നതിന് മുമ്പും ഇരുന്നതിന് ശേഷവും കുരങ്ങനെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഇരുന്നിട്ട് പിന്നെ കുറച്ച് നേരം അയാൾ ചിന്തിക്കണം, ഞാനിതിന് കുരങ്ങനെ പറ്റി ചിന്തിക്കണം. അദ്ദേഹം പറഞ്ഞല്ലോ കുരങ്ങനെ പറ്റി ചിന്തിക്കരുതെന്ന്. ധ്യാനിക്കാനാണല്ലോ വന്നിരുന്നത്. വീണ്ടും കണ്ണടച്ച് ധ്യാനിക്കാനിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ഈ കുരങ്ങൻ്റെ ചിന്ത മനസ്സിൽ നിന്ന് പോകുന്നതേയില്ല. ഇതിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം ഇദ്ദേഹം ഗുരുവിൻ്റെ അടുത്ത് വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഈ കുരങ്ങൻ്റെ ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഗുരു ചോദിച്ചു, നീ ഇവിടെ വന്ന് ധ്യാനിക്കാനാണോ അതോ ഉള്ളിലുള്ള കുരങ്ങനെ കളയാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. ധ്യാനിക്കാനാണ് വന്നത്. അങ്ങ് പറയുന്നത് വരെയും എൻ്റെ മനസ്സിൽ ഒരു കുരങ്ങനെ പറ്റി ഞാൻ ചിന്തിച്ചതേ ഇല്ലായിരുന്നു. പക്ഷേ എപ്പോഴാണോ ഇത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്, കുരങ്ങൻ്റെ വാല് ചിന്തിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് മാത്രമാണ് ചിന്തിക്കുന്നതെന്ന്. ശരിക്കും ഇതാണ് മൈൻഡിൻ്റെ അവസ്ഥ. എന്തിനെയാണോ നമ്മൾ വേണ്ട എന്ന് ചിന്തിക്കുന്നത് അതിനെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് അതിന് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും മൈൻഡ് നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോഴിവിടെ അവന് ധ്യാനിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത്, ഉപദേശം ചോദിക്കാതിരുന്നുവെങ്കിൽ എനിക്ക് ധ്യാനിക്കാൻ പറ്റുമായിരുന്നു. ഉപദേശം ചോദിച്ചതാണ് പ്രശ്നം. കാര്യം അവിടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പൂർത്തീകരിക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ ഇതേപോലെ ഓരോ കാര്യങ്ങൾ നമ്മളിൽ വന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മളിൽ വിഷ്വലൈസ് ചെയ്ത് പിക്ചറൈസ് ചെയ്ത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ധ്യാനം നടക്കില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ശ്രദ്ധയും അശ്രദ്ധയും തമ്മിലുള്ള ആ വ്യത്യാസം. മൈൻഡ് ഇങ്ങനെയാണ്, അത് സംസാരിച്ചു കൊണ്ടേയിരിക്കും, വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും, അത് നമ്മളെ പ്രവർത്തിപ്പിക്കുവാൻ എന്തെങ്കിലും അതിൻ്റെ ഇഷ്ടാനുസരണം നമ്മളെ പ്രവർത്തിക്കുവാൻ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടേ അതിരിക്കും. അത് മനസ്സിൻ്റെ ആവശ്യമാണ്. ധ്യാനിക്കുന്നതോ ആരുടെ ആവശ്യമാണ്? ധ്യാനം സോളിൻ്റെതാണ്. അങ്ങനെ നോക്കുമ്പോൾ മനസ്സ് ആണോ ഞാൻ, സോൾ ആണോ ഞാൻ എന്ന് ആദ്യം എനിക്കൊരു ധാരണ ഉണ്ടാവണം. സോൾ ഉള്ളത് കൊണ്ടാണ് എന്നിൽ മനസ്സുള്ളത്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ ഉറപ്പിക്കണം. മനസ്സുള്ളത് കൊണ്ടല്ല സോൾ ഉള്ളത്. സോൾ ഉള്ളത് കൊണ്ടാണ് അവിടെ മനസ്സുള്ളത്. ധ്യാനം ആർക്കാ വേണ്ടത്? സോളിനാണ്, മനസ്സിനല്ല. മനസ്സിനെന്താ വേണ്ടത്? ചിന്തകളും ഭാവനകളും ഇതെല്ലാം മതി മനസ്സിന്. അപ്പം ഞാൻ നിൽക്കേണ്ടത് സോളിനോട് ചേർന്ന് നിൽക്കണമോ മനസ്സിനോട് ചേർന്ന് നിൽക്കണമെന്ന് മാത്രം ഒരു ധാരണ എത്തിയാൽ മാത്രം മതി. അവിടെയാണ് ശ്രദ്ധയുടെ പ്രാധാന്യം വരുന്നത്. ആദ്യം എന്താണ് എന്നിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ മതി. അത് മാത്രം അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അവിടെ നിന്നേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. എന്നിൽ എന്താണ് നടക്കുന്നത് അതറിയുക എന്നുള്ളത്. അപ്പോഴെന്താണ് ഈ നിമിഷത്തിൻ്റെ പ്രസക്തി അവിടെ വന്നു. എല്ലാ ചിന്തകളും സംഭവിക്കുന്നത് ഈ നിമിഷത്തിൽ തന്നെയാണ്. അപ്പം ഈ നിമിഷത്തിൽ ശ്രദ്ധാപൂർവം നിൽക്കുമ്പോൾ വരുന്ന ചിന്തകളെ നമ്മൾ തിരിച്ചറിയാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ധ്യാന സാധകൻ നിശബ്ദതയെ പറ്റിയിട്ട് ഗുരുവിനോട് സംസാരിക്കും. എനിക്ക് നിശബ്ദത
അറിയണം. നിശബ്ദത ആസ്വദിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇപ്പൊ ഗുരു ചോദിച്ചിരുന്നു, അതെന്താ പറ്റാത്തത്? ഭയങ്കര ശബ്ദമാണ്, എൻ്റെ ഉള്ളിലും പുറത്തും എല്ലാം എനിക്ക് ശബ്ദമാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ ഗുരു അവനെയും കൂട്ടിക്കൊണ്ട് നേരെ ഒരു പുഴയുടെ തീരത്ത് പോകും. എന്നിട്ട് അവിടെ ഇരിക്കാൻ പറയും. അങ്ങനെ ഇരുന്നപ്പോൾ അവരിയ്ക്കുന്ന ആ പുൽത്തകിടിയുടെ അവിടെ ഒരു തവള ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ തവള ഇവരെ കണ്ടതും പുഴയിലോട്ടെടുത്ത് ചാടി. ഇപ്പൊ പുഴയിലോട്ട് ചാടിയപ്പോൾ എന്ത് പറ്റി? ഒരു ശബ്ദം കേട്ടു. തവള ശക്തിയോടെ ആ പുഴയിലോട്ട് ചാടിയപ്പോൾ ഒരു ശബ്ദം കേട്ടു. അപ്പൊ ഈ ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഗുരു, നമ്മൾ ധ്യാനിക്കാൻ വന്നിരുന്നതാണ്, കണ്ടോ ഈ തവള കുളത്തിലോട്ട് ചാടി ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? നിശബ്ദമായിട്ടിരിക്കാനാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഗുരു ചോദിച്ചു, തവള വെള്ളത്തിലോട്ട് അല്ലെങ്കിൽ പുഴയിലോട്ട് ചാടിയപ്പോൾ ശബ്ദം ഉണ്ടായി, പുഴ ശബ്ദമായോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, പുഴ ശബ്ദമായിട്ടില്ല, പുഴ അവിടെ ഉണ്ട്. കാരണം എന്താണ്? പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. പുഴയിൽ എന്തുണ്ടായി? ശബ്ദമുണ്ടായി. അപ്പൊ വീണ്ടും ഗുരു ചോദിച്ചു, ആ ശബ്ദം എവിടെ പോയി? ശബ്ദം അവിടെ ഉണ്ടായി, എന്നിട്ട് ശബ്ദം അതങ്ങ് മാഞ്ഞു പോയി. ശബ്ദം അവിടെ ഉണ്ടായിട്ട് അത് പോയി. ഇപ്പൊ അവിടെ എന്തോന്നുണ്ട്? പുഴയുണ്ട്, ഒഴുകുന്ന പുഴയുണ്ട്. അതുപോലെയാണ് നിന്നിലുള്ള ഓരോ ശബ്ദവും എന്ന് നീ ചിന്തിക്കുക. കാരണം ശബ്ദം നിന്നിലുണ്ടാകുന്നു, നിലനിൽക്കുന്നു, അത് മാഞ്ഞും പോകുന്നു. അപ്പോഴും ആരുണ്ട്? നീ അവിടെ ഉണ്ട്. നീ ശബ്ദത്തിലല്ല ശ്രദ്ധിക്കേണ്ടത്, ഇത് വന്ന് നിന്ന് പോകുന്നതിൽ ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ ഇത് സംഭവിക്കുന്ന ആ പ്രതലമായ നിന്നെ നിനക്ക് അവിടെ കാണാം. അപ്പൊ ശബ്ദവും നീയും ചേരുമ്പോൾ നിശബ്ദം അവിടെ ഉണ്ടാകും. അതാണ് ധ്യാനത്തിൻ്റെ വഴി, ആ ശ്രദ്ധയുടെ വഴി, നിരീക്ഷിക്കലിൻ്റെ വഴി. അപ്പോൾ ഓരോ സാധകർക്കും ഈ ക്രിയ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ധ്യാനവിധി നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മളിൽ തന്നെ ശ്രദ്ധവാനായി ഓരോ നിമിഷവും നിന്ന് ഓരോ നിമിഷത്തിലും ജീവിക്കുമ്പോഴാണ് ധ്യാനം സംഭവിക്കുന്നത്. നമ്മളത് ചെയ്യുന്നതല്ല, ധ്യാനിക്കുന്നതല്ല, അത് നമ്മളിൽ സംഭവിക്കും. അപ്പം ആ ധ്യാന നിമിഷങ്ങൾ നമ്മളിലോട്ട് കടന്നു പോകുവാൻ ഓരോ സാധകർക്കും കഴിയട്ടെ. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക.
അവധൂത് ഗുരുപ്രസാദ് ജിയുടെ ഉരുളച്ചോറ് എന്ന കവിത. ഉരുളച്ചോറു കഴിക്കൂ മകനേ, ഉരുളച്ചോറു കഴിക്കൂ മകനേ, അമ്മ കുഞ്ഞിനോടോതി. കറി കൂട്ടി കുഴച്ചോരുരുളച്ചോറിൽ, കറി കൂട്ടി കുഴച്ചോരുരുളച്ചോറിൽ നിറയെ സ്നേഹം നിറഞ്ഞിരുന്നു, നിറയെ സ്നേഹം നിറഞ്ഞിരുന്നു. വേണ്ട വേണ്ട എനിക്കിനി ചോറ് വേണ്ട, വേണ്ട വേണ്ട എനിക്കിനി ചോറ് വേണ്ട, ആ ചോറ് അമ്മ കാക്കയെ ഊട്ടിടൂ, ആ ചോറ് അമ്മ കാക്കയെ ഊട്ടിടൂ. കാലം കടന്നുപോയി, കാലം കടന്നുപോയി, എന്നോ അമ്മ ചോറിനായി കേഴേണ്ടി വന്നു, അമ്മ ചോറിനായി കേഴേണ്ടി വന്നു. ഒരുരുളച്ചോറു താ മകനേ, ഒരുരുളച്ചോറു താ മകനേ, അമ്മയുടെ അടിവയറെരിയുന്നേ, അമ്മയുടെ അടിവയറെരിയുന്നേ. ആ വിളി കേൾക്കുവാനാരും, ആ വിളി കേൾക്കുവാനാരും അമ്മ തൻ ചാരത്തിൽ എന്നോ, അമ്മ തൻ ചാരത്തിൽ എന്നോ. ഈ സ്വരം കേട്ടിട്ടീശ്വരൻ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി, ഈ സ്വരം കേട്ടിട്ടീശ്വരൻ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി. ഒരുരുളച്ചോറുമായി പുത്രൻ ബലിക്കാക്കയെ കാത്തിരിക്കുന്ന നേരം, ഒരുരുളച്ചോറുമായി പുത്രൻ ബലിക്കാക്കയെ കാത്തിരിക്കുന്ന നേരം, അമ്മ പറന്നെത്തി വേഗം, അമ്മ പറന്നെത്തി വേഗം ഉരുളച്ചോറിനായി ചാരേ. പുത്രന്റെ കൈകളിൽ നിന്നും അന്നം കഴിക്കുവാൻ വേണ്ടി ആവോളം കഴിച്ചമ്മ, ആവോളം കഴിച്ചമ്മയ്ക്കപ്പോൾ അടിവയറ്റിലിരിച്ചിലകന്നു. മകനായേകി ആവോളം നന്മ, മകനായേകി ആവോളം നന്മ, മരിച്ചിട്ടും നന്മയുണ്ടാവോളമമ്മയിൽ, മരിച്ചിട്ടും നന്മയുണ്ടാവോളമമ്മയിൽ. ബലിക്കാക്കയ്ക്കറിയാം തൻ മകനെ, ബലിക്കാക്കയ്ക്കറിയാം തൻ മകനെ, മകനറിയുന്നുവോ ബലിക്കാക്കയാം തന്നമ്മയെ, മകനറിയുന്നുവോ ബലിക്കാക്കയാം തന്നമ്മയെ. നന്ദി. ആമയെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. നേരത്തെ പറഞ്ഞത് ആമി അബ്ദുജിയുടെ മൂത്ത സഹോദരൻ മണിലാലിന്റെയും അനീഷയുടെയും മകളാണ്. വളരെ കൊച്ചുനാൾ മുതൽ തന്നെ ഈ നമ്മുടെ ഈ മെഡിറ്റേഷൻ സെന്ററിന്റെ ഒരു അവിഭാജ്യ ഘടകം എന്ന് തന്നെ പറയാം ആമി. കാരണം അത്രയും ഈ ചെറുപ്പത്തിൽ, നന്നേ ചെറുപ്പത്തിൽ തന്നെ ഈ സാധന പദ്ധതികളോടെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഇടകി ചേർന്ന് നമ്മളോടൊപ്പം, നമ്മുടെ സാധുക്കളോടൊപ്പം എന്ത് കാര്യത്തിനും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു കുട്ടിയാണ്. സംഗീതം ചെറുപ്പത്തിലേ അഭ്യസിക്കുന്നുണ്ട്, വഴിയിൽ അഭ്യസിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഗോപഗുരു നവരാത്രി ഫെസ്റ്റിവൽ മെഡിറ്റേഷൻ സെന്ററിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫെസ്റ്റിവലാണ്. ഈ ഫെസ്റ്റിവലില്
ആമിയുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എല്ലാ വർഷവും ചേർന്നു അവരവരുടേതായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ പാവങ്ങൾ ഇതെല്ലാം കൊണ്ട് സമർപ്പിക്കും. എന്നിട്ട് ഇടയ്ക്ക് വന്ന് നോക്കും ഇത് എന്ത് വെച്ചിട്ടുണ്ടോ വീഡിയോ അതോ മാറ്റി തോന്നണം. അങ്ങനെല്ലാം ചെയ്യുക. കൊച്ചു കുഞ്ഞിന്റെ മനസ്സിൽ ഈ ഒരു നവരാത്രി എന്ന് പറയുന്ന അത്രയും ഉള്ളിൽ തളച്ചിട്ടുണ്ട്, നമ്മുടെ സെന്ററിന്റെ ഭാഗമായിട്ട് തളച്ചിട്ടുണ്ട്. അപ്പം ഈ ആമയ്ക്ക് നമ്മുടെ എല്ലാ സാധനകളുടെ വകയായിട്ട് ഔദ്യോഗിക വകയായിട്ട് ഒരു സ്നേഹ പുരസ്കാരം, ഒരു മൊമെന്റോ നൽകി നമ്മുടെ സ്നേഹം ആ കൊച്ചു കുട്ടി പിടിക്കുകയെ എല്ലാവരും മറ്റൊരു കൈ. അടുത്തതായിട്ട് നമ്മൾ മീറ്റിംഗ് മെഡിറ്റേഷൻ സെന്ററിന്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത്, ഇവിടെ ഒരു വ്യക്തിയെ, ഒരു സാധകന്റെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒട്ടേറെ സാധകർ ദിവസവും നമ്മുടെ ഈ ധ്യാന പദ്ധതികളിലൂടെ മുന്നോട്ട് പോയി, അവരുടെ പ്രാക്ടിക്കൽ സെഷൻസിലൂടെ മുന്നോട്ട് പോയി അവരുടെ ആ വളർച്ച നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പുതുതായിട്ട് വരുന്ന സാധകരായിക്കോട്ടെ, അവരുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ട് എത്രയും ഒരു പെട്ടെന്ന് തന്നെ ആ ഒരു ഉന്നതിയിലേക്ക് അവരുടെ മനസ്സിന്റെ ആ ഉയർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒരു ഈ മെഡിറ്റേഷൻ സെന്റർ തുടങ്ങിയിട്ട് തന്നെ 20 വർഷത്തിലേറെയായി. അപ്പം നമ്മൾ സീനിയർ ആയിട്ടുള്ള സാധകർക്ക്, കൂടുതൽ പരിചയമുള്ള സാധകർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ഒരു പുണ്യ മഹാത്മാവെന്ന് തന്നെ പറയണം, പുണ്യ ആത്മാവാണ് ഇവിടെ ഗായത്രിജി. ഗായത്രിജി ആദ്യം നമ്മുടെ സ്റ്റേജിലേക്ക് വരണം. ഗായത്രിജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗായത്രിജി തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ മാത്സ് അധ്യാപികയാണ്. 2020 ഔദ്യോഗികമായിട്ട് ബന്ധപ്പെടുന്നത്, ആ ഒരു നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് വരുന്നത്. ഈ ഒരു 5 വർഷക്കാലം എന്ന് പറയുന്നത് ഗായത്രിജിയുടെ ആ ഒരു ഉയർച്ച നമുക്ക് ഒരു അതിശയോക്തി ഉണ്ടാക്കുന്ന രീതിയിലാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡെഡിക്കേഷൻ, സമർപ്പണം തന്നെയാണ് ആ ഒരു ഉയർച്ചയ്ക്ക് കാരണം. ഈ ഒരു ഔദ്യോഗികയുടെ റൈറ്റിംഗ്സ്, മിക്ക റൈറ്റിംഗ്സിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു സാധനയാണ്. ശൂന്യമായ വാക്കുകൾ എന്ന അദ്ദേഹത്തിന്റെ രചനയെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വയം ഏറ്റെടുത്ത് അതിനെ വിഭജിക്കുന്നു. നമ്മുടെ മീറ്റ് മെഡിറ്റേഷൻ സെന്റർ വാട്സ്ആപ്പ് ഗ്രൂപ്പില് നോക്കിയാൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ഒരു ഔദ്യോഗികമായിട്ടുള്ള തിരക്കിനിടയിലും അതിന് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ആ ഒരു ഡെഡിക്കേഷൻ നമ്മൾ സാധകർക്കെല്ലാം മാതൃകയാക്കേണ്ടതാണ്. കൂടാതെ വൃത്തത്തിലെ ശൂന്യത എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ ഉണ്ട്. എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച നടത്തുന്ന രാത്രി 9 തൊട്ട് 10 മണി വരെ നടത്തുന്ന ആ ഒരു വൃത്തത്തിന്റെ ശൂന്യത വളരെ ചുരുക്കം ചില സാധകർ മാത്രമേ അതിനകത്തുള്ളൂ. അതിനകത്ത് ഗായത്രിജിയെ ഇടം പിടിച്ചിട്ടുണ്ട്. കാരണം അത്രയും ഡീപ്പായിട്ട് ഈ ഒരു രചനകളെയും ഈ എന്നിൽ നിന്നും എന്നിലേക്ക് എന്നുള്ള യാത്ര നടത്തുന്ന സാധകർക്ക് മാത്രമേ ആ ഡിസ്കഷനിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടും ഗായത്രിജി നമ്മുടെ സാധകർക്ക് ഒരു വഴികാട്ടി തന്നെയാണ്, മാതൃക തന്നെയാണ്. ഗായത്രിജിക്ക് ഒരു സ്നേഹോപകാരം. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയി. ഗായത്രിജി നമ്മുടെ 3 മാസം കഴിയുമ്പോൾ നടത്തുന്ന ഹീലിംഗ് സെഷൻ ഉണ്ട്, ശക്തിപാത എന്ന് പറഞ്ഞ ഹീലിംഗ് സെഷനിൽ ഹീലർ എന്നുള്ള രീതിയിലേക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെട്ട ഒരു മഹാത്മാവാണ്. കാരണം ആ ഹീലിംഗ് നടത്തണമെങ്കിൽ നമ്മുടെ ഹൃദയം തുറന്നിരിക്കണം, ഹൃദയത്തിന്റെ ഭാഷ മനസ്സിലാക്കണം. ഗുരുവുമായിട്ടുള്ള ആ ഹൃദയത്തിന്റെ ബന്ധം ഉണ്ടായാൽ മാത്രമേ ആ ഹീലർ എന്നുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് എത്തുള്ളൂ. അപ്പൊ ഈ 5 വർഷം കൊണ്ട്, ചുരുങ്ങിയ 5 വർഷം കൊണ്ട് അത്രയും ആ ഒരു രീതിയിലേക്ക് ഉയർന്ന ആ ഒരു ഗായത്രിജിക്ക് എന്തുകൊണ്ടും ഈ ഒരു സ്നേഹ ഉപഹാരം അർഹിക്കുന്നതാണ്. ദയവായി സ്നേഹത്തോടെ സ്വീകരിക്കുക. നമ്മുടെ ഒരു മാതൃകയാണ്. വീണ്ടും പാടുക. നന്ദി ഗായത്രിജി. ഇതുപോലെ തന്നെ നമ്മുടെ സാധകർക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയ ഒരു വ്യക്തി, ഒരു സാധകനാണ് സായി കൃഷ്ണൻ. സായി കൃഷ്ണനെ ആദ്യം ക്ഷണിക്കുകയാണ്. സായി കൃഷ്ണൻ മലപ്പുറത്തെ LP സ്കൂൾ അധ്യാപകനാണ്. സായിയെ കുറിച്ച് എടുത്തു പറയുമ്പോൾ വളരെ സിമ്പിൾ, ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വോയിസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. വൃത്തത്തിലെ ശൂന്യത എന്ന് പറയുന്ന ആ ഗ്രൂപ്പില്
ഡിസ്കഷൻ നടത്തുന്നതിന് മുന്നേ അദ്ദേഹം വോയിസ് ഇടും സാധകർക്ക് വേണ്ടിയിട്ട്. ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആ ആ ഒരു രചന നമ്മുടെ ഉള്ളിൽ പതിയുകയാണ് ചെയ്യുന്നത്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം നമ്മുടെ ഉള്ളിലേക്ക് വരും. മാത്രമല്ല, മലപ്പുറത്ത് നിന്നും വെള്ളിയാഴ്ച രാത്രി വണ്ടി കയറിയിട്ട് ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് എത്തും. എന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ സെന്ററിലേക്ക് വരും. എല്ലാ മാസവും 4ാമത്തെ ശനിയാഴ്ച ഇതാണ് പതിവ്. ഉറക്കം പോലും ഇല്ലാതെ ഗുരുവിന്റെ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഒരു സാധകൻ എന്തുകൊണ്ട് നമുക്ക് മാതൃകയാണ്. സായിയുടെ ആ വൃത്തത്തിലെ ശൂന്യതയുടെ അവതരണം പോലും, നമ്മുടെ ഡിസ്കഷൻ ഇടയ്ക്കുള്ള അവതരണം കുറച്ചും കൂടി സായിക്കത് കൂടുതൽ ഉള്ളിലേക്ക് പറയാൻ പറ്റും. കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി, കൂടുതൽ ഡെഡിക്കേഷനോട് കൂടി ചെയ്യുമ്പോൾ അതെന്തായാലും സാധിക്കും. സായി എപ്പോഴും പറയും, ഞാനൊരു തുടക്കക്കാരനാണ്. പക്ഷെ അതല്ല, സായിയുടെ ഉള്ളിൽ അത്രയും ആഴത്തിലുള്ള ഒരു അറിവ് ഒളിഞ്ഞ് കടപ്പോട്ട് അതിനെ പുറത്തേക്ക് എടുക്കുക, അതിനെല്ലാ ഭാവങ്ങളും നേരുന്നു സായിക്ക്. സായി ഇതുപോലെ ഗായത്രിജിയെ പോലെ ഹീലർ എന്നുള്ള രീതിയിലേക്ക് വളരെ പെട്ടെന്ന് 2 വർഷം കൊണ്ട് 2023 സായി വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ സായി ആ ഹീലർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് ഉയർന്നു വരാൻ ആ ഡെഡിക്കേഷൻ, ആ സമർപ്പണം തന്നെയാണ് സായിജിക്ക് ഔദ്യോഗികമായിട്ട് ആ ഒരു സ്നേഹം പറയുന്നത്. സായി നമുക്കൊരു മാതൃകയാണ്. സായിയുടെ ആ ഒരു ഡിവോഷൻ, ആ ഒരു ഡെഡിക്കേഷൻ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് വർഷങ്ങളോളം നമ്മൾ ഓരോ സാധകരും കാത്തിരുന്ന ഒരു, പലപ്പോഴും കുരിശുമായിട്ട് സംസാരിക്കണം, കുരിശ് പറയും അത് ഇതുപോലൊരു ആദരവ് നമുക്ക് ചെയ്യണം എന്നുള്ളത്. അതിന് സമയമാവുമ്പോൾ കുരിശ് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധകർ ചോദിക്കുമ്പോഴല്ല. അത് മറ്റാരുമല്ല, നമ്മുടെ കൗതുകജിയുടെ അമ്മ പ്രീതാമയാണ്. പ്രീതാമയെ ആദ്യം നമ്മൾ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. പ്രീതാമയെ കുറിച്ച് 1-2 വാക്കിൽ പറഞ്ഞാൽ തെറ്റില്ല. കാരണം ഈ മെഡിറ്റേഷൻ സെന്റർ 20 വർഷത്തിലേറെ എന്ന് പറഞ്ഞല്ലോ, പ്രവർത്തനം തുടങ്ങിയിട്ട് ആ സമയമാണെങ്കിലും അതിന് മുന്നേ അമ്മയുടെ ആ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള സേവനം നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളിവിടെ വന്നപ്പോ തുടക്കത്തിൽ വന്ന സാധകർക്ക് എല്ലാം അറിയാം എത്രത്തോളം സ്നേഹത്തോടെയാണ് ഒരു അമ്മയെ, സ്വന്തം അമ്മ എത്ര കരുതലോടെയാണ് ഓരോ ആൾക്കാരെയും കാണുന്നത്. അതുപോലെ നമ്മൾ ഓരോ സാധനയും ആ വാത്സല്യം, അമ്മയുടെ വാത്സല്യം ആവോളം നമുക്ക് തന്നിട്ടുണ്ട്. അതിന് എന്താണ് കാരണം നമ്മൾ സാധനം ചിന്തിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ അനുഗ്രഹിച്ച പുലിവാതിൽക്കൽ വീട്ടിലെ ആ ഒരു അംഗമാണ് അമ്മ. അപ്പൊ പിന്നെ അതിശയമില്ല. ആ ഒരു ബ്രഹ്മബോധം തന്നെ അനുഗ്രഹിച്ച ഈ അമ്മയുടെ ഈ കുടുംബത്തിൽ തന്നെ അതുപോലെയുള്ള ഒരു മഹാത്മാവ് ജനിച്ചു എന്ന് പറയുന്നതിൽ അത്ഭുതം തോന്നാൻ ഒന്നുമില്ല. ആ മഹാത്മാവ് ഔദ്യോഗിക ഈ അമ്മയെ തിരഞ്ഞെടുത്തത് അമ്മയുടെ ആ ഒരു സ്നേഹവും ആ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള സേവനവും കൊണ്ട് തന്നെയാണ്. അമ്മയെ ഒരിക്കൽ കൂടി നമ്മൾ സാധകർ എല്ലാവരും ആദരിക്കുകയാണ്. അമ്മയ്ക്ക് ആദ്യമായിട്ട് ഷോള് നൽകി ആദരിക്കാനായിട്ട് സുഭദ്രാമയെ ക്ഷണിക്കുകയാണ്. സുഭദ്രാമ ദയവായിട്ട് വരണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു മുഹൂർത്തം തന്നെയാണ്. അടുത്തായിട്ട് അമ്മയ്ക്ക് ഒരു മൊമെന്റോ, ആ ഒരു വിശ്വമാതാവിന് മൊമെന്റോ നൽകാനായിട്ട് സ്വാമി ഹരിപ്രിയാജിയെ ക്ഷണിക്കുകയാണ്. വിശ്വമാതാവ് എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, ബോധസ്വരൂപനായിട്ടുള്ള ഔദ്യോഗികനായിട്ടുള്ള ഒരു മഹാഗുരുവിന് ജന്മം നൽകണമെങ്കിൽ ആ ഒരു ക്വാളിറ്റി ആ അമ്മയിൽ ഉള്ളത് കൊണ്ട് മാത്രം തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവനെ പോലെ, രമണ മഹർഷിയെ പോലെയുള്ള ആ ബോധസ്വരൂപന്മാർക്ക് ജന്മം നൽകിയ ആ മാതാപിതാക്കൾ എത്രയോ പുണ്യമാർജിക്കുന്നതാണ്. അതുപോലൊരു പുണ്യാത്മാവാണ് നമ്മുടെ അമ്മ. വളരെ നന്ദി അമ്മ. സോമനിയമ്മ അമ്മയെ കുറിച്ച് 2 വാക്ക്
സംസാരിക്കണമെന്ന് പറയുകയാണ്. ഇവിടെ ഔദ്യോഗിക ഗുരുജി ഗുരുജിക്കും സഹസാധകർക്കും പ്രിയപ്പെട്ട സഹസാധകർക്കും ആത്മപ്രണാമം. നമ്മുടെ ഗുരുജി എന്ന് പറഞ്ഞായിരുന്നു ഇങ്ങനൊരു അതൊരു പിന്നെ ആയിരിക്കുന്നുണ്ട്. ഇപ്പൊ 2 വാക്ക് പറയണമെന്ന്. അപ്പൊ ഇപ്പൊ നമ്മളെ പിന്നെ മെഡിറ്റേഷൻ സെന്ററിന്റെ ബിഹാഫില് അതായത് അവിടുത്തെ സാഹചര്യം ഗുരുജിയുടെയും പേരിൽ ഇത് സമർപ്പിച്ചതാണ്. ഈ ഒരു പിന്നെ സൊലിനിയോ അല്ലെങ്കിൽ മൊമെന്റോ പിന്നെ സ്നേഹാദരോടെ സമർപ്പിച്ചതാണ്. പിന്നെ 2 വാക്കുകൾ പറയുമ്പോൾ ആദ്യം എനിക്കൊരു ചെറിയ സങ്കടം തോന്നി. ആ ഫോട്ടോ കണ്ടാൽ അമ്മയുടെ ആ എക്സ്പ്രഷൻ ആ മുഖത്തുള്ളത് കാണുമ്പോൾ അത് തന്നെ നമുക്കൊരു ആയിട്ട് നമുക്കെന്തോ തോന്നി. പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അത് ബോയ്സ് എനിക്കതിനെ കുറിച്ച് പറയുന്നു. ഞാൻ ശ്രമം നടത്തട്ട് പിന്നെ വീട്ടിന്റെ അടുത്ത് വന്നിട്ട് ഈ ബോധതലമൊക്കെ ഉയർന്നിട്ടുണ്ടെങ്കിൽ വികാരങ്ങൾ പെട്ടുപോകരുതല്ലോ. പക്ഷെ എന്തായാലും എനിക്ക് അമ്മയോട് പറയാനുണ്ട് ഒരു കാര്യം. ഈ അമ്മ പിന്നെ വർഷങ്ങളായിട്ട് നമ്മുടെ ഈ പിന്നെ ഈ കുട്ടി വന്നപ്പോ തുടക്കത്തിൽ ഒരു 20 വർഷം മുമ്പേ നമുക്കെല്ലാവർക്കും നമ്മുടെ പിന്നെ ഫാമിലീസ് ഒക്കെ ഈ ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ ഒരു ടെൻഷനാണ്. ആ ടെൻഷൻ വരുമ്പോൾ എല്ലാവരും ഒന്ന് എതിർക്കും, നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. ഗുരുജിക്കും ഉണ്ടായിരുന്നു, ഞങ്ങൾക്കും ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ ആദ്യം വന്നപ്പോ അമ്മയുടെ അടുത്ത് അവള് പിന്നെ എവിടെയായിരുന്നു പിന്നെ കൈമലത്ത് ചെന്നപ്പോ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അമ്മ ഞങ്ങളെ പുറത്താക്കുമെന്ന്. ഇങ്ങനെ 50 വയസ്സായി. അത് കഴിഞ്ഞിട്ട് വിദ്യാൻ കൂടെ പോയി. വിദ്യാന്ന് ചെറുപ്പം. അപ്പൊ അമ്മ എനിക്കറിയില്ലായിരുന്നു അമ്മ എന്തോ പറയും. പക്ഷെ അമ്മ ഒന്നും പറഞ്ഞില്ല. ഞങ്ങളെ കൊണ്ടു. എന്നിട്ട് മാത്രമല്ല ഈ അമ്മ എടുക്കുന്നതിനകത്ത് പിന്നെ സ്മരണീയത്തിൽ എഴുതിയിട്ടുണ്ട്. ശരിക്കും അതാണ് അതിനകത്തെ കാര്യം. അതായത് ഒരു ഹൃദയം പേരിയ ഒരു വിശ്വമാതൃത്വത്തിന് പിന്നെ ഇതാണ് നമ്മുടെ ആത്മപ്രണാമല്ല, സാഷ്ടാംഗ പ്രണാമം. അതാണ് വരുന്നത് സാഷ്ടാംഗ പ്രണാമം. നമ്മൾ എല്ലാവരും സാധകരും എല്ലാവരും ഈ അമ്മയ്ക്ക് ശരിക്കും അത് ചെയ്യേണ്ടതാണ്. കാരണം അമ്മ ഈ ഗുരു ഹൃദയം പോലെ തന്നെ ആ ഗുരു ഹൃദയം അമ്മയിലും ഉണ്ട്. സോ ഇൻ ഫാമിലി ഇതുണ്ട് ഈ ഗുരു ഹൃദയം എന്ന് പറയുന്നത്. മാമി അപ് ടു അമ്മ, അമ്മമ്മ ഓൾസോ ദേ ഓൾ ഹാവ് ദം. അപ്പൊ ആ മണ്ഡലത്തിൽ നമ്മുടെ ഗുരു നയിച്ച് നമ്മളെ കൊണ്ടുപോകുന്നത് അതുപോലെ ഈ ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ ഇത് തന്നെ ഈ അളവറ്റ സ്നേഹവും പിന്നെ ഒരു അണ്ണുകുട്ടിയാണ് എത്ര പേരെ നമ്മ അങ്ങനെ എല്ലാ കരുതലും പിന്നെ ദയ ഇതെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില സാധകര് എവിടുന്ന് ഈ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് തൽക്കാലത്തേക്കൊന്ന് മാറുമ്പോൾ അവരുടെ ചില പ്രശ്നങ്ങളുണ്ട്. തിരിച്ചു വരാൻ പറ്റാതെ വരുമ്പോൾ തുണി അമ്മയുടെ അടുത്താ ചേരുന്നത്. എങ്ങനെയെങ്കിലും തിരിച്ചു കയറാൻ ഈ ഗ്രൂപ്പിൽ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കി ഈ അമ്മ വളരെ ലവിങ് ആണ്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ മതിയോ. എന്നിട്ട് ഈ 20 വർഷമായിട്ട് ഈ ഫാമിലിയായിട്ട് ടൈം ചെയ്തപ്പോ ശരിക്കും നമ്മുടെ ഗുരു തന്നെ ഒരു ഫാമിലിയാണ്. ബിഗ് ഫാമിലി. നമ്മളെല്ലാവരും ഒരു ഫാമിലിയിലുള്ളവരാണ്. ബൗണ്ട് ബൈ ദാറ്റ് റാപ്പ് ആൻഡ് നർച്ചേർഡ് ബൈ ദാറ്റ് ലവ് കോൾഡ് ഗുരു. അപ്പോ അത് ഈ അമ്മയുടെ ഒരു ശ്രേഷ്ഠ ദൗത്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ശ്രേഷ്ഠമായ മകന്റെ എല്ലാ പിന്നെ ശിഷ്യന്മാരെ നയിക്കുന്ന ആ പ്രോസസ്സിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ അമ്മ തന്നെയാണ് ഇതിൽ ഗുരുവിനെ സപ്പോർട്ട് ചെയ്തത്. നമ്മൾ ഓർക്കുന്നുണ്ട്. അച്ഛൻ അത്രയിലായിരുന്നു. പക്ഷെ അമ്മ ആ മോനെ വിളിച്ചു വന്ന് ഇവിടെ വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്തോളൂ, പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു അമ്മയാണ്. അപ്പൊ നമ്മളെല്ലാം ആ സ്നേഹവും കരുതലും ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ഫാമിലി പോലെയാണ്. അപ്പൊ ഈ അമ്മയുടെ വലിയൊരു ദൗത്യം ഇതാണ്. ശ്രേഷ്ഠമായ മകന്റെ കൂടെ ജീവിതം ധന്യമാവട്ടെ എല്ലാവരുടെയും കൂടെ. അപ്പൊ അത് നമുക്ക് പ്രാർത്ഥിക്കാൻ ഈ അമ്മയ്ക്ക് മകനും എന്താണ് നല്ല ആരോഗ്യ സൗഖ്യം കൊടുക്കട്ടെ.
എന്നിട്ട് നമുക്ക് അമ്മയെ വേണ്ടി പ്രാർത്ഥിക്കാം. ആരും സസ്പെൻസ് കൂടിയുണ്ട്. അത് 2 മഹത് വ്യക്തിത്വങ്ങളാണ്. കാരണം ഞങ്ങളുടെ മീറ്റിംഗ് മെഡിറ്റേഷൻ സെന്ററിന്റെ ഹൃദയങ്ങളായ 2 മഹത് വ്യക്തികൾ. ആദ്യം നമ്മുടെ ബാലുജിയാണ്. അത് ബാലുജിയെ കുറിച്ച് നമുക്ക് ഒരു വാർത്ത പറഞ്ഞ് ഇങ്ങനെ കണ്ടിപ്പിക്കണമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പിന്നെ വിട്ടു. കാരണം എങ്ങനെ എന്ത് വാർത്ത ഞാൻ അദ്ദേഹത്തെ നിർവചിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം പറയും, ഒരു അവധൂതന്റെ കൂടെയാണ് ഞങ്ങൾ ഈ സാധക വർഷങ്ങളായിട്ട് നടന്നിട്ടുള്ളത്. ഞങ്ങൾ എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, അവധൂതന്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾ ഇല്ലാതാവണം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ്, നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈഗോ ആണ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. ഐലസ് ആയാൽ മാത്രമേ ആ അവധൂതന്റെ ശരിക്കും നമ്മുടെ അദ്ദേഹത്തിന്റെ നാവ്, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നിലൂടെ ലോകത്തെമ്പാടും അത് കൺവേ ചെയ്യാൻ പറ്റിയ ഒരു മാതൃക സാധകനാണ് ബാലുജി. എനിക്കൊക്കെ പലപ്പോഴും നമുക്ക് വഴി തെറ്റുമ്പോഴ് ആദ്യം നമ്മൾ വിളിക്കുന്നത്, കാരണം ഗുരുവായിട്ട് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും ആ ഒരു ഈഗോലെസ് ആവണം. അപ്പൊ അങ്ങനെ നമ്മൾ കാലിടറുന്ന സമയത്ത് ആദ്യം നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത് ബാലുവാണ്. ഒരു ഗുരുസ്ഥാനീയനായിട്ടാണ് യഥാർത്ഥത്തിൽ, ഞാൻ ആ വാക്കുകൾ കൂട്ടി പറയുന്നതൊന്നുമല്ല, നമ്മുടെ ബാലുജി എത്തിയിട്ടുള്ളത്. അപ്പം ബാലുജിക്ക് ഒരു മൊമെന്റ് കൊടുത്ത് ആദരിക്കാനായിട്ട് അവധൂജിയെ ക്ഷണിക്കുന്നു. മെയിനായിട്ട് അടുത്ത മഹത് വ്യക്തിത്വങ്ങൾ നമുക്കറിയാം. മീ ടു മീ മെഡിറ്റേഷൻ ചാനൽ, അതിൻ്റെ ഹൃദയമാണ് ഈ രണ്ട് വ്യക്തിത്വങ്ങളിലെ രണ്ടാമത്തെ ആള്. രണ്ടുപേരും ഒരുപോലെ അത് പ്രവർത്തിക്കുന്നു. ഇപ്പം രാജീവ്ജിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, അദ്ദേഹം 9 മാസം മർച്ചന്റ് നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. 9 മാസം കടലിലാണ്. 3 മാസം വന്നു കഴിഞ്ഞാൽ മീ ടു മീ മെഡിറ്റേഷൻ സെന്ററിൽ ഗുരുജിയോടുണ്ട്. വിവാഹിതനാണ്, ഭാര്യയുണ്ട്, കുട്ടികളുമുണ്ട്. പക്ഷെ ഒരു എക്സാമ്പിൾ നമുക്കെല്ലാം ഇതെല്ലാം അതിമനോഹരമായിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്ന് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയായിട്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, എനിക്കൊരു ചെറിയ നമുക്കൊരു ചിന്തയുടെ വ്യതിചലനം നമ്മൾ വെച്ചാൽ നമ്മുടെ ഇമോഷൻസ്, കാരണം നമുക്ക് എപ്പോഴും പറയാം നമ്മുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ, ഇടപിംഗള അതുമായിട്ട് കണക്റ്റഡ് ആണ്. എന്നാൽ ഒരു ഹയർ ലെവൽ, കാരണം ബർത്ത് തന്നെ എങ്ങനെയാണ്, ഒരു ഹയർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ആ സുഷുമ്ന നാഡി ശരിക്കും അത് ആ പ്രകമ്പനം കൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ്. അത് അദ്ദേഹത്തിന്റെ ആ പുഞ്ചിരിയിൽ, അദ്ദേഹത്തെ ഇക്വാനിമിറ്റിയോടെ ഓരോ സാഹചര്യത്തെ ഫേസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഒരു മൊമെന്റ് കൊടുത്ത് ആദരിക്കുവാൻ വേണ്ടിയിട്ട് അവധൂജി